എവിടെയായിരുന്നു? ഞാൻ ഇത്ര നേരം കൊണ്ട് നിന്നെ വിളിക്കണമെന്ന് അറിയോ? അയ്യോ ഏട്ടായി കലിപ്പ് കാണിക്കല്ലേ. കലിപ്പ് കാണിക്കാതെ പിന്നെ വെറുതെ ആണ് ഞാൻ കേരളത്തിലെ നമ്പർ 1 കലിപ്പനായത്. അത് ഞാൻ ഏട്ടായിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയതാ. ആരോട് ചോദിച്ചിട്ട് എന്തോന്ന് പ്രാർത്ഥിക്കാൻ പോയെന്ന്? എന്റെ ഏട്ടായിക്ക് തെറി വിളിക്കാനും തന്തയ്ക്ക് വിളിക്കാനും തല്ലാനുള്ള ആരോഗ്യം ദീർഘായുസും കൊടുക്കണേന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പോയതാ. അപ്പൊ 7 മണിക്ക് നിന്റെ ഫോൺ ബിസി ആയിരുന്നത് ആരാ വിളിച്ചത്? സ്ക്രീൻഷോട്ട് അയക്കേ. ഇതാര്? അപ്പു സുബി. അയ്യോ അപ്പു സബി അതെന്റെ കെട്ടിയോനാ. ഓ 7 മണിക്ക് ഞാൻ വിളിക്കുമെന്ന് അറിഞ്ഞിട്ട് നീ അവൻ അപ്പോയിന്റ്മെന്റ് കൊടുത്തല്ലേ? അപ്പൊ ഇത്രയൊക്കെ ഉള്ളല്ലേ? അയ്യോ ഏട്ടായി പിണങ്ങല്ലേ. പിണങ്ങാതെ പിന്നെ റേഷൻ കട അവന്റെ പേരാണെങ്കിൽ അരി മണ്ണെണ്ണയും മേടിക്കണം ഞാനാണ്. നിനക്ക് അത്ര അറിഞ്ഞൂടെ? ഇത്രയൊക്കെ ഉള്ള നിന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കേട്ടടി? ഏട്ടായി മിണ്ടരുത്, എനിക്കൊന്നും അറിയണ്ട. ഇപ്പൊ തന്നെ അവനെ ബ്ലോക്ക് ചെയ്യാ ഏട്ടായി ചെയ്യാം. എനിക്ക് രണ്ടിലൊന്നും ഇപ്പൊ അറിയണം. നിനക്ക് അവനാണോ വലുത് ഞാനാണോ വലുത്? എനിക്ക് എന്റെ ഏട്ടായിയാ വലുത്. സോറി, ഞാൻ കുറച്ച് ഇമോഷണൽ ആയിപ്പോയി. അതൊക്കെ വിട്ട് പിന്നെ നമുക്ക് മൂത്ത കുട്ടിക്ക് എന്ത് പേര് ഡാഡി? ഏട്ടായി പറ. ഇപ്പം ഉത്രം നക്ഷത്രത്തിൽ പിറക്കുന്ന പുത്രനാണെങ്കിൽ നമുക്ക് അവനെ ഉത്തമ എന്ന് വിളിച്ചുകൂടും. ഏട്ടായിയുടെ ഇഷ്ടം.